സോ K2 BTech S4 സ്റ്റുഡൻസിൻ്റെ S3ൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലോ പാസ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് കാലമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒന്നുമില്ല, എൻ്റെ പല്ലിലൊരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ശബ്ദവും ചെറിയ വ്യത്യാസമുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ലോ പാസ് നോക്കാം. അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു എക്സാമ്പിളും കാണിച്ചു തരാം. അപ്പോൾ ലോ പാസിൻ്റെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ലോ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് എത്രയാണ് 40 മാർക്കുണ്ട്, എത്രയിൽ 100. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി പാസ്സായി, പക്ഷേ ഇൻറ്റേർണൽ നിങ്ങൾക്ക് 35 താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഫെയിലാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ, അതായത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ 40 വാങ്ങി, ഇൻറ്റേർണൽ കുറവാണ്, അങ്ങനത്തെ സ്റ്റുഡൻസാണ് ലോ പാസിന് എലിജിബിൾ ആയിട്ട്. ഓക്കെ, പിന്നെ ഈ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഒക്കെ എലിജിബിളാണ് ലോ പാസിന്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ പാസിന് ക്രെഡിറ്റ് അല്ല, ലോ പാസിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് പോയിൻ്റ്, ക്രെഡിറ്റ് അല്ല ഗ്രേഡ് പോയിൻ്റ്. സാധാരണ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് പി ആണ്. പിക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 5.5 ആണ്. നേരെ മറിച്ച് ലോ പാസ് വരുമ്പം LP എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വരും, 4 വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്രയും ഒരു ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഗ്രേഡ് പോയിന്റിൽ വരുന്നത്. ഓക്കെ, അത് വളരെ സിസ്റ്റമാറ്റിക്കായി മനസ്സിലാക്കുക. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ പാസ് നോക്കുക, 10 സബ്ജക്റ്റിന് നിങ്ങളുടെ കംപ്ലീറ്റ് കോഴ്സ് ഡ്യൂറേഷൻ, നിങ്ങളുടെ മൊത്തം എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നിങ്ങൾ ഒരുപാട് പേപ്പർ എഴുതും. ആ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ആകെ 10 പേപ്പറിൽ മാത്രമേ ലോ പാസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ 3 പോയിൻ്റ് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി നമ്മൾ അടുത്ത പോയിൻ്റ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ജെന്യുനായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങൾ എഞ്ചിനീയറിംഗിൽ ഒരു ട്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. കാരണം ഇവരുടെ ക്ലാസ്സുകൾ അത്യാവശ്യം നല്ല ക്ലാസ്സുകളാണ്. നമുക്ക് വെറുതെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം, നല്ല ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഡെമോ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഈ ക്ലാസ്സുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കോർ കൺസെപ്റ്റ് വിത്ത് ലൈവ് ലെക്ചർ നോട്ട്സ്, അതേപോലെ ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളാണ്, ഡൗട്ട് സെഷൻസ് ലൈവായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മൊഡ്യൂൾ വൈസ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഫ്രീ റിവിഷൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് മാരത്തോണൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലും കാര്യങ്ങളിലൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ട്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 100% S4 മംഗൾ ബാച്ച് ജോയിൻ ചെയ്യുന്ന പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡുകൾക്ക് എന്തായാലും നോക്കാം. അതേപോലെ തന്നെ ഫിസിക്കലി ചാലഞ്ചഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 100% സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 4ാമത്തെ പോയിൻ്റ് പറയാം. 4ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ലോ പാസ് കിട്ടുന്ന കുട്ടികൾക്ക് ഒരു അവസരം കൂടി കൊടുക്കും. എന്താണ്, അവർക്ക് എക്സാംസ്. ഇപ്പോൾ ലോ പാസ് നിങ്ങൾക്ക് അവാർഡ് തന്നു, ലോ പാസ് നിങ്ങൾക്ക് തന്നു, പക്ഷേ നിങ്ങൾക്ക് സപ്ലി എക്സാം എഴുതി വേണം നിങ്ങളുടെ ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യാം. അതായത് ലോ പാസ് നേരെ പാസ്സോ വേറെ എന്തിലേക്കെങ്കിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് യൂണിവേഴ്സിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സപ്ലി എക്സാം എഴുതി, അത് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ സ്റ്റുഡൻസ്, ഇതിലുള്ള ലോ പാസിലുള്ള കുട്ടികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലോ പാസ് all current students enrolled in the mentioned programs and schemes will be eligible for low pass grade benefits for exams they have attempted but not yet passed. ഓൾസോ നിങ്ങൾ ഓൾറെഡി ഇപ്പം കുറച്ച് സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാവുമല്ലോ, മീൻസ് മുന്നത്തെ സെമ്മിൽ എല്ലാവരും കാര്യമില്ല, തോറ്റ കുട്ടിയുടെ കാര്യം. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കും വേണമെങ്കിൽ എന്താണ് ഈ പ്രോഗ്രാം അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ലോ പാസിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ലോ പാസ് നിങ്ങൾക്ക് കിട്ടിയ ഒരു എക്സാമ്പിളാണ്. ലോ പാസ് നിങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. LP ക്രെഡിറ്റൊക്കെ സാധാരണ പോലെ തന്നെ LP ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ BTechൻ്റെ സർട്ടിഫിക്കറ്റിലൊക്കെ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് LP എന്ന് കൊടുക്കും. ഞാൻ നേരത്തെയും പറഞ്ഞു, പാസ് പറഞ്ഞാൽ 5.5 ഗ്രേഡ് പോയിൻറ്റ്, പക്ഷേ ലോ പാസ് LPക്ക് വരുന്നത് 4 ഗ്രേഡ് പോയിൻറ്റ്. ക്രെഡിറ്റ് അല്ല, ഗ്രേഡ് പോയിൻറ്റ് വേറെയാണ്. നമ്മൾ ഓൾറെഡി അതൊക്കെ പണ്ടത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് മുമ്പോട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ SGPAനും CGPAനൊക്കെ എഫക്റ്റ് ചെയ്യുക. അത് സാധാരണ നിങ്ങൾക്കൊരു പാസ് കിട്ടേണ്ട SGPAയും CGPA ആയിരിക്കില്ല, അതിലും കുറവായിരിക്കും നിങ്ങളുടെ SGPAയും CGPA. അതാണ് ഒരു വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങളുടെ CGPA SGPA നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണെന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ലോ പാസ് നമുക്ക് ഒറ്റ ഗുണമുള്ളൂ, നമുക്ക് ഹിസ്റ്ററി ഓഫ് സപ്ലി ഉണ്ടാവില്ല, നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ CGPA SGPAനെ അത് ബാക്കോട്ട് കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗിന് ട്യൂഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൻ്റെ S4 മംഗൾ ബാച്ച്. ഹൈലി യൂസ്ഫുൾ ആണ് മക്കളെ, എനിക്ക് ഇൻട്രസ്റ്റഡ് എടുക്കാം. സോ താങ്ക് യു.